ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രാപ്പോലീത്ത യൂഹനാൻ മോർ മിലിത്യോസിന്റെ അഭിപ്രായം വ്യക്തിപരമാണെന്നും നരേന്ദ്രമോദിയെ ക്രിസ്മസ് ആഘോഷത്തിന് ക്ഷണിച്ചത് രാഷ്ട്രീയം നോക്കിയല്ല പ്രധാനമന്ത്രി എന്ന നിലയിലാണെന്നും CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത്. തൃശൂരിൽ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യൂട്യൂബർ മണവാളനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. കഴിഞ്ഞ തൃശൂർ പൂരത്തിനാണ് കേരളവർമ്മ കോളേജ് റോഡിൽ വെച്ച് വിദ്യാർത്ഥികളെ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. തൃശൂർ എരിഞ്ഞേരിയങ്ങാടിയിൽ അമ്മയെയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പല്ലൻ വീട്ടിൽ മെറീന, മകൻ പ്രവീൺ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ വേല വെടിക്കെട്ടിന്റെ അനുമതി വൈകിപ്പിച്ച് ജില്ലാ ഭരണകൂടം. കേന്ദ്ര ചട്ട ഭേദഗതി മൂലം വെടിക്കെട്ടിനുള്ള പ്രതിസന്ധി തുടരുന്നു. ചാലക്കുടിയിൽ വീട്ടമ്മയെ പീഡിപ്പിക്കുകയും 13 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. വെള്ളാങ്കല്ലൂർ സ്വദേശി പ്രജിത്താണ് അറസ്റ്റിലായത്. പാലപ്പള്ളി ജനവാസ മേഖലയിൽ വീണ്ടും പുലി ഇറങ്ങി. പിള്ളത്തോടിന് സമീപമാണ് പുലി ഇറങ്ങിയത്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനു സമീപത്ത് കാട്ടാന ഇറങ്ങി. പോലീസുകാർ ബഹളം വച്ച് ആനയെ തുരത്തി. ക്രിസ്മസിനൊരുങ്ങി നാടും നഗരവും. ദേവാലയങ്ങളിൽ ഇന്ന് പാതിര കുർബാന നടക്കും. ക്രിസ്മസ് വിപണിയിൽ തിരക്ക്. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷത്തെ പരിഹസിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രാപ്പോലീത്ത യൂഹാനോൻ മോർ മിലിത്യോസ്. പാലക്കാട് സ്കൂളിൽ പുൽക്കൂട് തകർത്ത സംഭവത്തിലാണ് മെത്രാപ്പോലീത്തയുടെ പരിഹാസം. ഫേസ്ബുക്കിലൂടെയായിരുന്നു യൂഹനാൻ മാർ മിലിത്യോസിന്റെ പരിഹാസം. അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, പുൽക്കൂട് വന്ദിക്കുന്നു, ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു. ഇത്തരം ശൈലിക്ക് മലയാളത്തിലെന്തോ പറയുമല്ലോ എന്നായിരുന്നു മാർ മിലിത്യോസിന്റെ പരിഹാസം. പ്രധാനമന്ത്രി BJPയുടെ പ്രതിനിധിയാണ്. ഇതേ BJPയുടെ പോഷക സംഘടനയാണ് പാലക്കാട് പുൽക്കൂടുകൾ നശിപ്പിച്ചത്. ഇവർ തന്നെയാണ് ക്രൈസ്തവ മുസ്ലിം പള്ളികൾ പൊളിക്കാൻ ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രി ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതേസമയം ഉപഘടകങ്ങൾ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നും യൂഹനോൻ മോർ മിലിത്യോസ് വിമർശിച്ചു. ഒന്നുകിൽ രാജ്യം വിട്ടുപോകുക, അല്ലെങ്കിൽ സവർണ ഹിന്ദുക്കൾക്ക് അടിമയായി ജീവിക്കുക എന്നതാണ് ഇവരുടെ നിലപാട് എന്നും സംഘപരിവാറിന്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ നാടകീയ മാർഗമാണെന്നും യൂഹനാൻ മോർ മിലിത്യോസ് ചൂണ്ടിക്കാട്ടി. അതേസമയം CBCI ആസ്ഥാനത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചുള്ള വിവാദങ്ങൾ CBCI നേതൃത്വം തള്ളി. നരേന്ദ്രമോദിയെ ക്രിസ്മസ് ആഘോഷത്തിന് ക്ഷണിച്ചത് രാഷ്ട്രീയം നോക്കിയല്ല പ്രധാനമന്ത്രി എന്ന നിലയിലാണെന്ന് CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത്. പല സ്ഥലങ്ങളിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നതിന്റെ വേദന പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും മിലിത്യോസിന്റെ അഭിപ്രായം വ്യക്തിപരമാണെന്നും ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഇതൊരു ക്രൈസ്തവ സഭയ്ക്കുള്ളൊരു അംഗീകാരം തന്നെയാണ്. ആദ്യമായിട്ടാണ് പ്രൈം മിനിസ്റ്റർ CBCIയുടെ ക്രിസ്മസ് സെലിബ്രേഷന് VIP-കളാണ് എല്ലാ വർഷവും വരാറ്. രാജ്നാഥ് സിംഗ് വന്നിട്ടുണ്ട്, പിന്നെ സഭാ നേതാക്കന്മാർ വന്നിട്ടുണ്ട്, മറ്റ് കോൺഗ്രസിൻ്റെ ആളുകൾ വന്നിട്ടുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരും വന്നിട്ടുണ്ട്. ഇത്തവണ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു. ആദ്യമായി തന്നെ പ്രധാനമന്ത്രി വന്നു. അതൊരു അംഗീകാരമാണ്. തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയും ഇത് കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ട് പ്രധാനമന്ത്രി ഓഫീസിൽ വിളിച്ചു. പ്രധാനമന്ത്രിക്കും ഓഫീസിനും സന്തോഷമായി. എനിക്ക് വലിയ സന്തോഷം തോന്നി. പ്രധാനമന്ത്രി വന്നത് രണ്ടുപേരെ ഞങ്ങൾ കൂടെ നടക്കും. ഒരുപാട് റെസ്ട്രിക്ഷനായിരുന്നു. പുൽക്കൂട്ടിൽ വന്ന് ഉണ്ണീശോയെ നമിച്ച് പുഷ്പദളം ഇട്ടിട്ടാണ്. അത് വലിയൊരു അംഗീകാരം തന്നെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി മറ്റേ ക്രിസ്തീയ സമൂഹത്തിന് ഒരു അംഗീകാരം നൽകിയത് CBCI സ്വീകരിക്കുന്നു. അത് വളരെ അംഗീകാരം തന്നെയാണ്. അതോടൊപ്പം തന്നെ CBCIയിലെ പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയോട് കഴിഞ്ഞ ജൂലൈ 13 ഞാൻ പ്രധാനമന്ത്രിയെ CBCI പ്രസിഡന്റ് എന്ന നിലയിൽ കണ്ടിരുന്നു. അന്നും ഇന്നലെയും. കാരണം പ്രധാനമന്ത്രി ക്രൈസ്തവ സമൂഹത്തോട് ന്യൂനപക്ഷത്തോട് ചെയ്യുന്ന എല്ലാ നന്മകൾക്കും വന്നതിനൊക്കെ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇന്നലെ അതിൻ്റെ പ്രസംഗത്തിൻ്റെ ടെക്സ്റ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതേ സമയത്ത് തന്നെ പല സ്ഥലങ്ങളിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോഴുള്ള വേദനകളും അതിന് പ്രധാനമന്ത്രി തന്നെ പ്രത്യേകിച്ച് ഇൻക്ലൂസിവിറ്റി, എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരെ ഉൾക്കൊള്ളിക്കുന്ന, എല്ലാ മതത്തിലും പെട്ടവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം രാഷ്ട്രത്തിൻ്റെ ഡെവലപ്മെൻറ്റ്. അതെല്ലാ വ്യക്തികളെയും, അതുകൊണ്ട് ഭരണഘടനയ്ക്ക് അനുസൃതമായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ ചിലരൊക്കെ ചില സ്ഥലങ്ങളിൽ ആക്രമണങ്ങളുണ്ട്. അതിലുള്ള വേദനയും ഞങ്ങൾ അറിയിക്കുന്നുണ്ട്.
തൃശൂരിൽ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യൂട്യൂബർ മണവാളനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. തൃശൂർ വെസ്റ്റ് പോലീസാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. കഴിഞ്ഞ തൃശൂർ പൂരത്തിനാണ് കേരളവർമ്മ കോളേജ് റോഡിൽ വെച്ച് വിദ്യാർത്ഥികളെ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. തൃശൂർ എരിഞ്ഞേരിയങ്ങാടിയിൽ അമ്മയെയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പല്ലൻ വീട്ടിൽ സണ്ണി ഭാര്യ 75 വയസ്സുള്ള മെറീന, മകൻ 48 വയസ്സുള്ള പ്രവീൺ എന്നിവരാണ് മരിച്ചത്. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ വേല വെടിക്കെട്ടിന്റെ അനുമതി വൈകിപ്പിച്ച് ജില്ലാ ഭരണകൂടം. പാറമേക്കാവ് ക്ഷേത്രത്തിലെ വേല ജനുവരി 3-നും തിരുവമ്പാടി ക്ഷേത്രത്തിലെ വേല ജനുവരി 5-നുമാണ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഒരു മാസം മുൻപാണ് വേല വെടിക്കെട്ടുകൾക്കായി അപേക്ഷ നൽകിയത്. കഴിഞ്ഞ ദിവസം ദേവസ്വം ഭാരവാഹികൾ നേരിട്ടെത്തി അന്വേഷിച്ചപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയിട്ടില്ലെന്ന മറുപടിയാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിച്ചത്. പരാതി ഉയർന്നതോടെ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് വെടിക്കെട്ടിന് അനുമതി നൽകി. എന്നാൽ ജില്ലാ ഭരണകൂടം ഇനിയും അനുമതി നൽകിയിട്ടില്ല. പോലീസ്, അഗ്നിരക്ഷാസേന, ദേവസ്വം ബോർഡ്, റവന്യൂ തുടങ്ങി പലതരത്തിലുള്ള അനുമതികളാണ് വെടിക്കെട്ടിന് വേണ്ടത്. ഇത്തരം അനുമതികൾ വാങ്ങിയ ശേഷം ജില്ലാ ഭരണകൂടമാണ് ദേവസ്വങ്ങൾക്ക് വെടിക്കെട്ടിനുള്ള അന്തിമാനുമതി നൽകുന്നത്. കേന്ദ്ര ചട്ട ഭേദഗതി മൂലം വെടിക്കെട്ടിനുള്ള പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ചാലക്കുടിയിൽ വീട്ടമ്മയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും 13 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. വെള്ളാങ്കല്ലൂർ സ്വദേശി നടുവളപ്പിൽ 42 വയസ്സുള്ള പ്രജിത്തിനെയാണ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2018-ലാണ് പരിയാരം സ്വദേശിയായ വീട്ടമ്മയെ പ്രജിത്ത് പരിചയപ്പെട്ടത്. ഇയാൾ ഓടിക്കുന്ന ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയായിരുന്നു വീട്ടമ്മ. പിന്നീട് ഇവർ പ്രണയത്തിലായി. പിന്നീട് പലപ്പോഴായി വീട്ടമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി പ്രതി പണയപ്പെടുത്തുകയും ചെയ്തു. പണയം വെച്ച് സ്വർണം തിരികെ നൽകാൻ യുവതി ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറിയെന്നും പരാതിയിൽ പറയുന്നു. പാലപ്പിള്ളി പിള്ളത്തോടിന് സമീപം പുലി ഇറങ്ങി. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. ഇതുവഴി വന്ന ബൈക്ക് യാത്രക്കാരന്റെ മുൻപിലൂടെയാണ് പുലി ഓടിപ്പോയത്. തോട്ടത്തിൽ നിന്ന് റോഡിലേക്ക് ചാടിയ പുലി തൊട്ടടുത്ത തോട്ടത്തിലേക്ക് പോയതായി പറയുന്നു. 2 ദിവസം മുൻപ് നടാംപാടം ഗേറ്റിനു സമീപത്തെ തൊഴിലാളികളുടെ പാടിക്ക് സമീപം പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നിരുന്നു. നേരത്തെ പാലപ്പിള്ളി പുതുക്കാട് എസ്റ്റേറ്റിലെ തോടിന് സമീപത്ത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ പുലിയെ കണ്ടതോടെ നാട്ടുകാർ ഭീതിയിലാണ്. പാലപ്പിള്ളി മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പുലിയുടെ ആക്രമണം പതിവായിരിക്കുകയാണ്. വലിയകുളത്ത് തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ തുടർച്ചയായി 2 ദിവസമാണ് പുലി ഇറങ്ങിയത്. പ്രദേശത്ത് പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് പതിവായതോടെ പുലിയെ പിടികൂടാനുള്ള കൂട് എത്രയും വേഗം സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ഇന്നും കാട്ടാന ഇറങ്ങി. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനു സമീപത്തെ പറമ്പിലാണ് ഏഴാറ്റുമുഖം ഗണപതി എന്ന കൊമ്പനെത്തിയത്. കഴിഞ്ഞ ദിവസം ഇതേ കാട്ടാന ഇറങ്ങി ട്രൈബൽ ഹോസ്റ്റലിലെ കവുങ്ങുകളും തെങ്ങുകളും മറിച്ചിട്ടിരുന്നു. പോലീസുകാർ ബഹളം വെച്ചാണ് ആനയെ തുരത്തിയത്. മേഖലയിൽ കാട്ടാന ശല്യം പതിവായിരിക്കുകയാണ്. ലോകരക്ഷയ്ക്കായി യേശുദേവൻ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നതിന്റെ സ്മരണയിൽ നാളെ ക്രിസ്മസ് ആഘോഷിക്കും. തിരുപ്പിറവി ആഘോഷങ്ങൾക്കായി വീടുകളും ദേവാലയങ്ങളും ഒരുങ്ങി. നക്ഷത്രങ്ങൾ കൊളുത്തിയും പുൽക്കൂടൊരുക്കിയും ധന്യനിമിഷങ്ങൾക്കായി ക്രൈസ്തവ സമൂഹം കാത്തിരിക്കുകയാണ്. 25 നോമ്പിന്റെ വിശുദ്ധിയോടെ ക്രിസ്മസിനെ വരവേൽക്കുമ്പോൾ ദേവാലയങ്ങളിൽ തിരുപ്പിറവി ശുശ്രൂഷകളും ആഘോഷങ്ങളും ഉണ്ടാകും. സമ്മാനങ്ങളുമായി സാന്റാക്ലോസുമാർ വീടുകൾ തോറും ഇന്ന് കയറിയിറങ്ങും. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇതോടനുബന്ധിച്ച് വിവിധ സംഘടനകൾ നടത്തിവരുന്നുണ്ട്. ആഘോഷത്തിന്റെ ഭാഗമായി സംഗീത പരിപാടികളും വിവിധ ദേവാലയങ്ങളിലും ക്ലബ്ബുകളിലും സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ ഇന്ന് രാത്രി പാതിര കുർബാന നടക്കും. രാത്രി 11:45-ന് ലൂർദ് കത്തീഡ്രലിൽ ആരംഭിക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികനാകും. തൃശൂർ പുത്തൻപള്ളിയിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും, തൃശൂർ മാർത്തുമറിയം വലിയ പള്ളിയിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ഔഗൻ കുര്യാക്കോസും, പാലയൂർ പള്ളിയിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും, ഇരിങ്ങാലക്കുട കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണൂക്കാടനും, കോട്ടപ്പുറം സെന്റ് മൈക്കിൾ കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും കാർമ്മികത്വം വഹിക്കും. ഭാരതപ്പുഴയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ ചെറുതുരുത്തി പുതുശ്ശേരി ഭാരതപ്പുഴ ശ്മശാനം കടവിലാണ് ഇന്ന് രാവിലെ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഏകദേശം 40 വയസ്സ് തോന്നിക്കുന്ന ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മീൻ പിടിക്കാൻ വന്നതാകാമെന്ന് സംശയിക്കുന്നു. കരയിൽ ഊരിവച്ച വസ്ത്രങ്ങളും മീനും കിടക്കുന്നുണ്ട്. ചെറുതുരുത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇരുതല മൂരിയെ പിടികൂടി വിൽപ്പന നടത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ പിടിയിൽ. കയ്പമംഗലം സ്വദേശികളായ ചിമ്മിണിയിൽ മുഹമ്മദ് മാലിക്, പുതിക്കാട്ടുപറമ്പിൽ അഷ്റഫ് ചാണ്ടി എന്ന് വിളിക്കുന്ന അജീഷ് എന്നിവരെയാണ് പട്ടിക്കാട് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ മാന്നാമംഗലം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. ചാവക്കാട് ചേറ്റുവ റോഡിൽ ടോറസ് ലോറിയും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല.
ചേറ്റുവ ഭാഗത്ത് നിന്ന് ചാവക്കാട് ഭാഗത്തേക്ക് വന്നിരുന്ന ടോറസും അതേ ദിശയിൽ വന്നിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പുന്നയൂർ കുരഞ്ഞയൂരിലെ അച്ചാർ കമ്പനി തുടർച്ചയായി മാലിന്യം പുറന്തള്ളുന്നുവെന്ന് സാമൂഹ്യ പ്രവർത്തകർ ആരോപിച്ചു. PJ അഗ്രോ ഫുഡ് പാബ്ജോ അച്ചാർ കമ്പനി പ്രവർത്തനം അവസാനിപ്പിക്കാൻ കളക്ടറുടെയും മനുഷ്യാവകാശ കമ്മീഷന്റെയും ഉത്തരവുണ്ടായിട്ടും ഇപ്പോഴും കെട്ടിടത്തിലെ കാനുകളിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത അച്ചാറുകൾ മൂടിവെച്ചിരിക്കുകയാണെന്നും സാമൂഹ്യ പ്രവർത്തകരായ റാണി ആൻഡോ, ജിൻഡോ ചാക്കോ, ജാക്സൺ ചുങ്കത്ത്, പ്രദേശവാസി മാധവിക്കുട്ടി, ബാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാളയിൽ വഴിയരികിൽ സ്ഥാപിച്ച ട്രാൻസ്ഫോർമറിലെ ഫ്യൂസ് അപകടകരമായ രീതിയിൽ KECB താഴ്ത്തിവെച്ചതായി ആക്ഷേപം. പൂപ്പത്തി മഠക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ റോഡിലെ വളവിലാണ് ഫ്യൂസ് സ്ഥാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പുതിയതായി മാറ്റി സ്ഥാപിച്ച ട്രാൻസ്ഫോർമറിലെ ഫ്യൂസുകൾ 4 അടി ഉയരത്തിലാണ് വച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് പോലും തൊടാവുന്ന നിലയിൽ അപകടകരമായ അവസ്ഥയിലാണ് ട്രാൻസ്ഫോർമർ ചാർജ് ചെയ്തിട്ടുള്ളത്. ഫ്യൂസുകൾ ഉയർത്തി സ്ഥാപിച്ച് ചുറ്റും സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 10ാം ഉദയം ദിനമായ വ്യാഴാഴ്ച തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ സംയുക്ത സമർപ്പണമായി ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ലക്ഷദീപം തെളിയിക്കും. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് വഴിപാട് നടത്തുന്നത്. ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. ക്രിസ്മസിന് നക്ഷത്രം പോലെ പ്രധാനമാണ് വർണ്ണാഭമായ ക്രിസ്മസ് ട്രീയും. ക്രിസ്മസ് ആഘോഷങ്ങൾ കളർഫുള്ളാക്കാൻ ഇത്തവണ വൈവിധ്യമാർന്ന ക്രിസ്മസ് ട്രീകളാണ് വിപണിയിൽ തയ്യാറായിട്ടുള്ളത്. കുഞ്ഞൻ ക്രിസ്മസ് ട്രീ മുതൽ 10 അടിയോളം വലിപ്പമുള്ള ട്രീകൾ വരെ വിപണിയിലുണ്ട്. പല നിറങ്ങളിലും ഫൈബറിലും പ്ലാസ്റ്റിക്കിലുമെല്ലാം നിർമ്മിച്ച ട്രീകൾ വിപണി കൈയടക്കി കഴിഞ്ഞു. 50 രൂപ മുതൽ 16,000 രൂപ വരെയാണ് ട്രീകളുടെ വില. ഇത്തവണ ഫോൾഡിംഗ് സ്നോ ട്രീകളാണ് താരം. ആവശ്യാനുസരണം മടക്കി ചെറിയ പെട്ടിയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന 5 അടിയോളം ഉയരമുള്ള ഫോൾഡിംഗ് ട്രീകളുടെ വില 2,000 രൂപ മുതലാണ്. മഞ്ഞുതുള്ളി വീഴുന്നത് പോലെയുള്ള ട്രീകൾക്കും ഗിൽറ്റ് ട്രീകൾക്കും റെഡ് കളർ ട്രീകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. ഇതിനു പുറമെ ഇത്തവണ റെഡ് ഫ്ലവർ ട്രീ, ഗോൾഡൻ ഗ്ലോ ട്രീ, സ്നോബോൾ ട്രീ, റെഡ് വെൽവെറ്റ് ട്രീ, ഒപ്റ്റിക്കൽ ഫൈബർ ലൈറ്റ് ട്രീ, പൈൻ ട്രീ തുടങ്ങി വൈവിധ്യങ്ങൾ ഏറെയാണ്. അലങ്കാരത്തിന് സമയമില്ലാത്തവർക്കായി ലൈറ്റും കുഞ്ഞൻ സമ്മാന പൊതികളുമായി അലങ്കരിച്ച ട്രീകളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ക്രിസ്മസ് രാവിന്റെ ഓർമ്മപ്പെടുത്തലിനായി ട്രീകൾ വാങ്ങാൻ നിരവധി പേരാണ് എത്തുന്നത്. ക്രിസ്മസിനെ വരവേൽക്കാൻ വിപണി ഒരുങ്ങിക്കഴിഞ്ഞു. 50 രൂപ മുതൽ 16,000 രൂപ വരെയുള്ള ട്രീകളാണ് ഇന്ന് വിപണിയിലുള്ളത്. ക്യാമറമാൻ കൃഷ്ണകുമാർ K മലയിനൊപ്പം നിർമാല്യ, TCV ന്യൂസ്, തൃശൂർ. ക്രിസ്മസ് വിപണിയിൽ മധുരം പകർന്ന വിയൂർ സെൻട്രൽ ജയിൽ. സംസ്ഥാനത്ത് കേക്ക് നിർമ്മാണ യൂണിറ്റുള്ള ഏക ജയിലാണ് വിയൂർ സെൻട്രൽ ജയിൽ. ഈ കേക്ക് വിശ്വസിച്ച് കഴിക്കാമെന്നാണ് വിയൂർ സെൻട്രൽ ജയിലിലെ കേക്ക് നിർമ്മാണ യൂണിറ്റിന് പറയാനുള്ളത്. പ്രിസർവേറ്റീവുകളില്ല, എസൻസുകളില്ല, ആരോഗ്യത്തിന് ഹാനികരമായത് ഒന്നുമില്ല. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കേക്ക് നിർമ്മാണം. അതുകൊണ്ട് തന്നെ 3 ദിവസമാണ് കേക്കിന്റെ കാലാവധി. പ്ലം കേക്ക് സ്ഥിരമായി തയ്യാറാക്കി വിൽക്കുന്നുണ്ടെങ്കിലും ഫ്രൂട്ട് കേക്ക് ക്രിസ്മസ് സ്പെഷ്യലാണ്. യഥാർത്ഥ പഴങ്ങൾ മാത്രമാണ് ഫ്രൂട്ട് കേക്കിൽ ചേർക്കുക. ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ഫ്രൂട്ടാണ് ഉപയോഗിക്കുന്നത്. പഴം, മുന്തിരി, ക്യാരറ്റ് തുടങ്ങിയ കേക്കുകൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. യാതൊരു പ്രിസർവേറ്റീവുകളും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ആൽക്കഹോളോ മറ്റ് കെമിക്കലുകളോ ആഡ് ചെയ്യുന്നില്ല. വീട്ടിലുണ്ടാക്കുന്നത് പോലെ തന്നെയുള്ള കേക്കുകളാണ് ഇവിടെ കിട്ടുക. അപ്പോൾ അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഷെൽഫ് ലൈഫ് കുറവാണ്. നമ്മൾ 3 ദിവസത്തിൽ കൂടുതൽ നമ്മൾ ഷെൽഫ് ലൈഫ് പറയുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇന്നുണ്ടാക്കുന്ന കേക്കുകൾ ചൂടപ്പം പോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ അത് വിറ്റ് പോകുന്നുണ്ട്. ജയിലിന് മുന്നിൽ തൃശൂർ ഷൊർണൂർ റോഡിലുള്ള ഫ്രീഡം ഫുഡ് ഔട്ട്ലെറ്റ് വഴിയാണ് കേക്ക് വിൽപ്പന. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലെ ഡെലിവറി വാനിലും കേക്ക് വാങ്ങാനാകും. പ്രത്യേക പരിശീലനം ലഭിച്ച തടവുകാരാണ് കേക്കുകൾ ഉണ്ടാക്കുന്നത്. രുചിയിലും ഗുണത്തിലും മുന്നിലുള്ള കേക്കിന് ക്രിസ്മസ് വിപണിയിൽ മികച്ച സ്വീകാര്യതയുണ്ട്. ഈ മാസം 3 ടൺ കേക്കിന്റെ വിൽപ്പനയാണ് പ്രതീക്ഷിക്കുന്നത്. TCV തൃശൂർ.
മറ്റു വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന വർണ്ണക്കുട സാംസ്കാരികോത്സവത്തിന് കൊടിയേറി. മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പ്രോഗ്രാം സംഘാടക സമിതി ചെയർമാനും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദു കൊടിയേറ്റം നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല അജയ് ഘോഷ്, പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനറും മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റുമായ ജോസ് ചിറ്റിലപ്പള്ളി, ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി സുരേഷ്, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ CK ഗോപി, സെന്റ് ജോസഫ്സ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്ലെസി, ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ, ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ ഫാദർ ജോൺ പാലിയക്കര തുടങ്ങിയവർ പങ്കെടുത്തു. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി, VHSC സ്കൂൾ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ്, സെന്റ് ജോസഫ് കോളേജ് വിദ്യാർത്ഥിനികളുടെ സ്നേഹസംഗീതം, ദീപജ്വാല, വർണ്ണമഴ എന്നിവയും നടന്നു. ആരൂരും സംരക്ഷിക്കാനില്ലാതെ അതീവ ഗുരുതരാവസ്ഥയിൽ തെരുവിൽ അലഞ്ഞ നായയ്ക്ക് വിദഗ്ധ ചികിത്സയിലൂടെ പുനർജന്മം. വെജീന ട്യൂമർ ബാധിച്ചതിനെ തുടർന്ന് മരണത്തെ മുന്നിൽ കണ്ട് വേദന തിന്ന് കഴിഞ്ഞിരുന്ന നായയെ കൊടുങ്ങല്ലൂർ നഗരത്തിൽ നിന്ന് മൃഗസ്നേഹിയായ ടൂറിസ്റ്റ് ഗൈഡ് അജിത ഉണ്ണികൃഷ്ണൻ കണ്ടെത്തിയതോടെയാണ് ഈ തെരുവുനായയുടെ ദുരിത ജീവിതം വഴിമാറുന്നത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 17-നാണ് അജിത മായ എന്ന് പേരിട്ട നായയെ തെരുവിൽ നിന്നും ഏറ്റെടുക്കുന്നത്. വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയ ശേഷം ഒടുവിൽ എറണാകുളത്തെ ഡോക്ടർ സു എന്ന ആശുപത്രിയിൽ എത്തിച്ച നായയെ കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്ക് വിധേയമാക്കി. മാസങ്ങൾ നീണ്ട പരിചരണത്തിലൂടെ മായ തന്റെ ആരോഗ്യം വീണ്ടെടുത്തു. സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങിവന്ന നായയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അജിത ഉണ്ണികൃഷ്ണൻ. അവശത അനുഭവിക്കുന്ന ഡോഗുകളെ സ്വന്തം രീതിയിൽ റെസ്ക്യൂ ചെയ്ത് നോക്കുന്നതാണ്. അങ്ങനെ കാര്യമായിട്ടൊന്നുമല്ല എന്നാൽ കഴിയുന്നത്. അങ്ങനെ റെസ്ക്യൂ ചെയ്ത ഒരു 5 ഡോഗുകൾ ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്. ഇവൾക്ക് ഞാൻ ഇട്ടേക്കുന്ന പേര് മയാഹ് എന്നാണ്. അതൊരു ഹിബ്രു വേർഡാണ്. പക്ഷേ ഇവളെ നമ്മൾ വിളിക്കും മായ. അപ്പം മായ ഇനി സന്തോഷമായിട്ട് മറ്റൊരു ഷെൽട്ടറിലോട്ട് പോവുകയാണ്. ഇനി അവളെ ജീവിതം തെരുവിലല്ല, നല്ല കരങ്ങളിലാണ് അവൾ എത്താൻ പോകുന്നത്. മാസങ്ങളോളം രോഗാവസ്ഥയിൽ വലഞ്ഞ നായയെ ആരും കണ്ടഭാവം നടിച്ചിരുന്നില്ല. എന്ന് വേണമെങ്കിലും മരണം സംഭവിക്കാമെന്ന അവസ്ഥയിൽ നിന്നാണ് അജിതയുടെ നല്ല മനസ്സ് മായയെ കരുതലോടെ ചേർത്ത് പിടിച്ചത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കൊടകര പ്രസ് ക്ലബിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് IR രാജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കൊടകര ഉണ്ണി, ട്രഷറർ TG അജോ, ലോനപ്പൻ കടമ്പോട്, K പ്രസാദ്, KV ഹരീന്ദ്രൻ, ഷോജൻ വിധേയത്തിൽ, ഡിനോ കൈനാടത്ത് എന്നിവർ സംസാരിച്ചു. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഇടവക കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന മെഗാ കരോൾ ശ്രദ്ധേയമായി. യുവതി യുവാക്കൾക്കൊപ്പം അമ്മമാരും നൃത്തച്ചുവടുകളുമായി മെഗാ കരോളിൽ സജീവമായി പങ്കെടുത്തു. മെഗാ കരോൾ വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സമിതി പ്രസിഡന്റ് റോയ് കല്ലമ്പി അധ്യക്ഷനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് തൊഴുത്തുങ്കൽ, കൈക്കാരൻ ബിജു തെക്കൻ, കേന്ദ്ര സമിതി വൈസ് പ്രസിഡന്റ് ജസ്റ്റിൻ മങ്കുഴി എന്നിവർ സംസാരിച്ചു. കുറച്ച് ദിവസങ്ങളായി അവര് നല്ല കഷ്ടപ്പെട്ട് നമുക്ക് അതാണ് ബാക്ക് സൈഡ് വരാൻ നിങ്ങൾക്ക്. പാവറട്ടി സാന്റ് ജോസ് പാരിഷ് ആശുപത്രിയിൽ ക്രിസ്മസ് ആഘോഷം നടന്നു. പാവറട്ടി തീർത്ഥകേന്ദ്ര വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ വിൻസെന്റ് കുണ്ടുകുളം, OJ ഷാജൻ, പിയൂസ് പുലിക്കോട്ടിൽ, വിൽസൺ നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ഘോഷയാത്ര നടത്തി. ഫൊറോന ഇടവകയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള കരോൾ സംഘങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കരോൾ ഘോഷയാത്രയ്ക്ക് വികാരി ഫാദർ വർഗീസ് തരകൻ നേതൃത്വം നൽകി. ക്രിസ്തുമസിനെ വരവേൽക്കാൻ ക്രിസ്തുമസ് ട്രീകൾ ഒരുക്കി മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയം. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയ മുറ്റത്താണ് ഇടവകയിലെ 10ഓളം യൂണിറ്റുകൾ സംയുക്തമായി ട്രീകൾ ഒരുക്കിയത്. ഇടവകയിലെ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി, കേന്ദ്രസമിതി പ്രസിഡന്റ് തോമസ് പുത്തൂർ, കൈക്കാരന്മാരായ സാൻജോ വെങ്ങാപ്പിള്ളിൽ, വിൻസെന്റ് തോമസ്, ജിനോ വടക്കൂടൻ, ഡേവി വല്ലൂരാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാവറട്ടി കാക്രാട് റോഡിനോടുള്ള അവഗണനയ്ക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പൊതുപ്രവർത്തകൻ വിൻസെന്റ് പറഞ്ഞു. പഞ്ചായത്ത് 7-ാം വാർഡിൽ മനപ്പടിയെയും പെരിങ്ങാട് റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 600 മീറ്റർ നീളമുള്ളതാണ് കാക്രാട്ട് ലിങ്ക് റോഡ്.
1978 റോഡിനായി വിൻസെന്റ് കാക്രാട്ടാണ് പഞ്ചായത്തിന് സ്ഥലം വിട്ടുകൊടുത്തത്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി റോഡിന്റെ അവഗണനയ്ക്കെതിരെ ഇദ്ദേഹം പോരാട്ടം നടത്തുകയാണ്. നിരവധി തവണ പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടും ശാശ്വത പരിഹാരം കാണാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് നിയമ പോരാട്ടം ആരംഭിക്കുമെന്ന് വിൻസെന്റ് പറഞ്ഞു. ദേശീയ ജെൻഡർ ക്യാമ്പയിനിന്റെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ജെൻഡർ കാർണിവൽ സംഘടിപ്പിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് അധ്യക്ഷയായി. ടോക്ക് ഷോയ്ക്ക് അഡ്വക്കേറ്റ് TK അർച്ചന മോഡറേറ്ററായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർമാരായ MK ജോസ്, സുധീഷ് പറമ്പിൽ, ES സുരേഷ്, NP അജയൻ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി VM ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. പത്രസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം അപലപനീയമാണെന്ന് മുൻ MP TN പ്രതാപൻ. വാർത്തകളുടെ ഉറവിടം വെളിപ്പെടുത്തണമെന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. വിമർശനങ്ങളെ അസഹിഷ്ണുതയോടെ കാണുന്ന സമീപനം മാറ്റണമെന്നും പ്രതാപൻ പറഞ്ഞു. രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ യൂസർ ഐഡിയും പാസ്വേഡും സൈബർ ഹാക്കർമാർ PSC സെർവറിൽ നിന്ന് ചോർത്തി ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ച വിവരം വാർത്തയായതിന്റെ പേരിൽ മാധ്യമം ലേഖകൻ അശോകന്റെ ഫോൺ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി DIG ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിയൻ വൈസ് പ്രസിഡന്റ് ജിജോ ജോൺ അധ്യക്ഷനായി. മുൻ MLA അനിൽ അക്കര, പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജിനേഷ് പൂനത്ത്, സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ, കമ്മിറ്റി അംഗം KA മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അയ്യന്തോൾ കോസ്ഫോർഡ് ഹാളിൽ ജില്ലാതല ദേശീയ ഉപഭോക്തൃ അവകാശ ദിനാചരണം സംഘടിപ്പിച്ചു. P. ബാലചന്ദ്രൻ MLA ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ പ്രസിഡന്റ് CT സാബു, ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ മെമ്പർ R. റാം മോഹൻ, ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ CV പാപ്പച്ചൻ, ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ മെമ്പർ S. ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. ആമ്പലൂർ ജോർജ് ടൗൺ നോർത്ത് ക്രിസ്മസ് വില്ലേജ് ഒരുങ്ങി. ഷാജു മമ്പറമ്പിലും സജി പനോക്കാരനും സുഹൃത്തുക്കളും ചേർന്നാണ് 7 ഏക്കർ സ്ഥലത്ത് ക്രിസ്മസ് ഗ്രാമം ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 6:30 KK രാമചന്ദ്രൻ MLA ക്രിസ്മസ് ഗ്രാമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ജനുവരി 20 വരെ വൈകിട്ട് 6:30 മുതൽ രാത്രി 11 വരെ മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് സൗജന്യവുമായിരിക്കും പ്രവേശനമെന്ന് ഫ്രാൻസിസ് ആലങ്ങാടൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാവറട്ടി ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് കേരള കോൺഗ്രസ് പാവറട്ടി മണ്ഡലം പ്രവർത്തക യോഗം ആവശ്യപ്പെട്ടു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് OJ സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. ചാവക്കാട് ഹൌസിംഗ് ബോർഡ് സൊസൈറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട CA സണ്ണിയെ യോഗം ആദരിച്ചു. KTUC ജില്ലാ പ്രസിഡന്റ് AC ജോർജ്, ജില്ലാ സെക്രട്ടറി NJ ലിയോ, നിയോജക മണ്ഡലം പ്രസിഡന്റ് PJ ജോസ്, VJ വർഗീസ്, PL പോൾസൺ എന്നിവർ സംസാരിച്ചു. എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സപ്തദിന സഹവാസ ക്യാമ്പ് തുടങ്ങി. അന്നഗര ഗവൺമെന്റ് LP സ്കൂളിൽ ആരംഭിച്ച സഹവാസ ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS ശ്യാമ അധ്യക്ഷയായിരുന്നു. പ്രിൻസിപ്പൽ CA വിജി, പ്രോഗ്രാം ഓഫീസർ MM ധന്യ, SK ഷാജി, ലിനറ്റ് C ജോർജ് എന്നിവർ സംസാരിച്ചു. 4ാം വയസ്സിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച് ഇഷാൻ അബിദ് അക്ബർ. 38 സെക്കൻഡ് കൊണ്ട് ശരീരത്തിലെ എല്ലാ അസ്ഥികളുടെയും പേര് പറഞ്ഞാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേട്ടം കരസ്ഥമാക്കിയത്. ഇരിങ്ങാലക്കുട കിഴുത്താണി തളിയപ്പാടത്ത് വീട്ടിൽ ഡോക്ടർ അബിദ് അക്ബർ, ഡോക്ടർ ഹുസ്ന അബിദ് എന്നിവരുടെ മകനായ ഇഷാൻ കാട്ടൂർ അൽബാബ് സെൻട്രൽ സ്കൂളിൽ LKG വിദ്യാർത്ഥിയാണ്. ക്രിസ്മസ് ആഘോഷത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നഗരം തിരക്കിലമർന്നു. ക്രിസ്മസ് അലങ്കാര വസ്തുക്കളും മറ്റും വിൽക്കുന്ന കടകളിൽ വൻ തിരക്കാണ്. പാപ്പാത്തൊപ്പി, ചെണ്ട, ക്രിസ്മസ് അലങ്കാര വസ്തുക്കളും മറ്റും വിൽപ്പനയുമായി ഇതര സംസ്ഥാനക്കാരും ഇടം പിടിച്ചു. മത്സ്യമാംസ മാർക്കറ്റിലും തിരക്കാണ്. ഇറച്ചിക്കോഴിയുടെയും മത്സ്യങ്ങളുടെയും വരവിലും വർധനവുണ്ടായതിനാൽ വിപണിയിൽ കാര്യമായി വിലക്കയറ്റമില്ല. ഇറച്ചിക്കോഴിക്ക് 114 മുതൽ 117 വരെയാണ് കിലോയ്ക്ക് വില. മീനുകളുടെ വിലയിലും കഴിഞ്ഞ ദിവസത്തേക്കാൾ വലിയ മാറ്റമില്ല.
പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ ബോൺനഥാലെ ക്രിസ്തുമസ് കരോൾ ഘോഷയാത്ര സംഘടിപ്പിച്ചു. വികാരി ഫാദർ ലിയോ പുത്തൂർ സന്ദേശം നൽകി. കൈക്കാരന്മാരായ ഔസെഫ് ലേവി, ഡേവിസ് സതീഷ്, ഫ്രാൻസിസ് വിൽസൺ, സണ്ണി ആൻസൺ, സിസ്റ്റർ രശ്മി, റോബിൻ റാഫേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈദ്യുതി ബിൽ വില വർദ്ധിപ്പിച്ചതിനെതിരെയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ അധിക്ഷേപിച്ചതിനെതിരെയും മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. എരുമപ്പെട്ടിയിൽ നടന്ന പ്രകടനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് അധ്യക്ഷയായി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KR രാധിക, വിനോദിനി പാലക്കൽ, വിജിനി ഗോപി എന്നിവർ നേതൃത്വം നൽകി. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പടിഞ്ഞാറേക്കോട്ട ലീഡർ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച മാർച്ച് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. DCC വൈസ് പ്രസിഡന്റ് IP പോൾ അധ്യക്ഷനായി. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ, DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നേതാക്കൾ കളക്ടർക്ക് നിവേദനം സമർപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, മുൻ മേയർ കൂടിയായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് MP വിൻസെന്റ്, KPCC നിർവാഹക സമിതി KPCC ജോൺ ഡാനിയേൽ, CCC കുമാർ, പ്രസാദ്, ചന്ദ്രമോഹൻ. അരിമ്പൂർ സെന്റ് ആന്റണീസ് പള്ളിയുടെ കീഴിലുള്ള കുന്നത്തങ്ങാടി ക്യൂൻ മേരി കുടുംബ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മിനി ബോൺനഥാലെ സംഘടിപ്പിച്ചു. പാപ്പ വേഷധാരിയായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ അണിനിരന്നു. ക്യൂൻ മേരി യൂണിറ്റ് പ്രസിഡന്റ് അബിൻ ജോസ് പൊന്മാണി, സെക്രട്ടറി ജോയ് ചാലിശ്ശേരി, ട്രഷറർ സിമി മേരാച്ചേരി എന്നിവർ നേതൃത്വം നൽകി. നെട്ടിശ്ശേരി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നെട്ടിശ്ശേരി കുറ്റുമുക്ക് പാടത്ത് ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ജെൻസൺ ജോസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. റിട്ടയർ മേജർ KK ഉണ്ണികൃഷ്ണൻ, A അഭിലാഷ്, K ഗോപാലകൃഷ്ണൻ, T ശ്രീധരൻ, U വിജയൻ, ഫ്രാൻസിസ് പെല്ലിശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിനോദിനി പാലക്കൽ, KR രാധിക, വിജിനി ഗോപി, മണ്ഡലം പ്രസിഡന്റുമാരായ ദീപ രാമചന്ദ്രൻ, ഫബിത ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റിലപ്പള്ളി പഴമ്പുഴ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ ലക്ഷാർച്ചന നടന്നു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടിയൂർ നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി കാപ്പിൽ മഠത്തിൽ നാരായണൻ എമ്പ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. മലയോര മേഖലയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ ശത്രുതാ മനോഭാവത്തോടുകൂടിയാണ് സർക്കാർ കാണുന്നതെന്ന് KPCC സെക്രട്ടറി A പ്രസാദ് ആരോപിച്ചു. വന്യജീവി ആക്രമണത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുക, കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ്, SAA ആസാദ്, ജയൻ മംഗലം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒല്ലൂർ സെന്റർ വികസനത്തിന്റെ ഭാഗമായി മന്ത്രി K രാജന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം നടന്നു. ഒല്ലൂർ സെന്ററിൽ നിന്നുള്ള 5 റോഡുകൾ വീതി കൂട്ടുമെന്ന് മന്ത്രി K രാജൻ പറഞ്ഞു. ഭൂമിയും കച്ചവടവും നഷ്ടപ്പെടുന്നവരുടെ യോഗം 29-ന് ചേരും. തുടർന്നാണ് കല്ലിടൽ നടക്കുക. നഷ്ടപരിഹാരം നൽകാനുള്ളവരുടെ വിവരങ്ങൾ തയ്യാറാക്കുന്നത് ഇതിന് ശേഷമാണ്. നഷ്ടപരിഹാരം നൽകുന്നതിനായി ഇതിനകം 55 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. ബജറ്റിൽ പ്രഖ്യാപിച്ച 10 കോടിയും ഇതിനായി വിനിയോഗിക്കും. 60ഓളം പേർക്കാണ് ഭൂമി നഷ്ടപ്പെടുന്നത്. കച്ചവടം നഷ്ടപ്പെടുന്നവർക്ക് കാർപ്പേട്ട റോഡിലും വ്യവസായ എസ്റ്റേറ്റിന് മുന്നിലും താൽക്കാലികമായി ഷെഡ് നിർമ്മിച്ചു നൽകി കച്ചവടത്തിന് അവസരം നൽകും. ഇപ്പോൾ സോണൽ ഓഫീസും മാർക്കറ്റും സ്ഥിതി ചെയ്യുന്നിടത്ത് കെട്ടിടം നിർമ്മിച്ച് അവിടെ സ്ഥലം നൽകുമെന്നും മന്ത്രി അറിയിച്ചു.
സർവകക്ഷി യോഗത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പിന്തുണ അറിയിച്ചു. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ വർഗീസ് കണ്ടംകുളത്തി അധ്യക്ഷനായി. ADM ടി മുരളി, കൌൺസിലർമാരായ CP പോളി, കരോളിൻ ജെറീഷ്, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ ബാബു തച്ചനാടൻ, LA മോഹനൻ, റിസൺ വർഗീസ്, മോളി ഫ്രാൻസിസ്, ജെറീഷ് പെരിഞ്ചേരി, ജോസഫ് കാരക്കട, മേഴ്സി ആന്റണി, മാർട്ടിൻ ചാലിശ്ശേരി എന്നിവർ സംസാരിച്ചു. പ്രിന്റഡ് ബുക്ക് പോസ്റ്റ് നിർത്തലാക്കുകയും അന്യായമായ രജിസ്റ്റർ പാഴ്സൽ ചാർജ് വർദ്ധിപ്പിക്കുകയും ചെയ്ത കേന്ദ്ര സർക്കാർ തപാൽ വകുപ്പിന്റെ നടപടിക്കെതിരെ തൃശൂരിൽ പുസ്തക പ്രസാധകർ പ്രതിഷേധ ജ്വാല നടത്തി. എഴുത്തുകാരൻ MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അനിൽ സാമ്രാട്ട് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ TA ഉഷാകുമാരി, കേരള പ്രിന്റഡ് അസോസിയേഷൻ ഭാരവാഹികളായ PC സിദ്ധൻ, എഴുത്തുകാരൻ ED ഡേവിസ്, പോൾസൺ വായനപുര എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് പഞ്ചായത്തിലെ ഭിന്നശേഷി കലോത്സവം പുത്തൻപീടിക സെന്റിനറി ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് G നന്ദനൻ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം സരിത സുരേഷ് അധ്യക്ഷത വഹിച്ചു. പരിവാർ കേരള സംസ്ഥാന ട്രഷറർ ഭരതൻ കല്ലാറ്റ്, പൈഡ് സംഘടനയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അബൂബക്കർ പുതുശ്ശേരി, ICDS സൂപ്പർവൈസർ KB വസുമതി, ഭിന്നശേഷിക്കാർ, കുടുംബാംഗങ്ങൾ, അംഗൻവാടി പ്രവർത്തകർ തുടങ്ങി 200ഓളം പേർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി നാദ പുരസ്കാരത്തിന് KS ചിത്ര അർഹയായി. 1 ലക്ഷം രൂപയും ശില്പവും പുന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. നാട്യമയൂരി പുരസ്കാരം ആശ ശരത്തിനും കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഗോകുലം ഗോപാലനും സമ്മാനിക്കും. വ്യാഴാഴ്ച വൈകിട്ട് 7-ന് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പുരസ്കാരങ്ങൾ സമർപ്പിക്കും. ഡോക്ടർ പൂർണ്ണത്രയിഷി ജയപ്രകാശ് ശർമ്മ, ദിനേശ് രാജ, മധു കാരയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിൽ അമ്പലപ്പാറ വേങ്ങേശ്ശേരി വടക്കേപ്പുരയ്ക്കൽ ലളിതയ്ക്ക് കൃത്രിമ കൈ വച്ചുപിടിപ്പിച്ചു. ഡോക്ടർമാരായ ആൽബിൻ വർഗീസ്, അജയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃത്രിമ കൈ വച്ചുപിടിപ്പിച്ചത്. കൊപ്രാമില്ലിൽ ജോലിക്കിടയിലാണ് ലളിതയ്ക്ക് വലതുകൈ നഷ്ടപ്പെട്ടത്. തുടർന്ന് ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകൻ സജിത് കുമാർ മുൻകൈയെടുത്താണ് ലളിതയുടെ നഷ്ടപ്പെട്ട കൈക്ക് പകരം കൃത്രിമ കൈ വച്ചുപിടിപ്പിക്കാൻ അവസരമൊരുക്കിയത്. തൃശൂർ മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് അടാട്ട്, വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ഉപവാസ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 10 മുതൽ 5 വരെ ആശുപത്രി പരിസരത്ത് നടത്തുന്ന ഉപവാസ സമരം DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MPയും സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLAയും ഉദ്ഘാടനം ചെയ്യും. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ വിപിൻ വടേരിയാട്ടിൽ, PG ജയദീപ്, HDS അംഗങ്ങളായ ലീല രാമകൃഷ്ണൻ, PV ബിജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക റെക്കോർഡിന് വേണ്ടിയുള്ള വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോക്കാൻ കരാട്ടെ 27-ന് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9-ന് ചിറ്റിലപ്പള്ളി IES എഡ്യൂക്കേഷൻ സിറ്റി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുന്നത്. ഫെഡറേഷനു കീഴിലുള്ള 404 കരാട്ടെ വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കുന്ന വേൾഡ് റെക്കോർഡിനാണ് ഫെഡറേഷൻ ഒരുങ്ങുന്നത്. 9 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ളവർ പങ്കെടുക്കും. WFSK ഗ്രാൻഡ് മാസ്റ്റർ മുഹമ്മദ് ആഷിഖ്, ഇന്ത്യൻ നാഷണൽ ചീഫ് ഇൻസ്ട്രക്ടർ EK അജയൻ, സെക്രട്ടറി NS വിനൂപ്, അബു താഹിർ, ജസീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യൻ ഹിന്ദി സാഹിത്യ സമ്മേളനം വെള്ളി ശനി ദിവസങ്ങളിൽ മുളകുന്നത്തുകാവ് കിലയിൽ നടക്കും. തൃശൂർ കേന്ദ്രമായി സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചുവരുന്ന വികൽപ്പ് സാഹിത്യ പ്രസ്ഥാനത്തിന്റെയും മധ്യപ്രദേശിലെ രവീന്ദ്രനാഥ ടാഗോർ സർവകലാശാലയുടെയും ഛത്തീസ്ഗഡിലെ ഡോക്ടർ CV രാമൻ സർവകലാശാലയുടെയും നേതൃത്വത്തിലാണ് ദക്ഷിണേന്ത്യൻ ഹിന്ദി സാഹിത്യ സമ്മേളനം നടക്കുന്നത്. മുതിർന്ന ഹിന്ദി എഴുത്തുകാരി മധുര കാങ്കരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 7 സംസ്ഥാനങ്ങളിലെ 7 ഹിന്ദി എഴുത്തുകാരെയാണ് ആദരിക്കുന്നത്. ഡോക്ടർ KG പ്രഭാകരൻ, ഡോക്ടർ VG ഗോപാലകൃഷ്ണൻ, മീര മേനോൻ, ശോഭന J, മനീഷ KS തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പൂമല പുളിയൻമാക്കൽ ഷോട്ടോക്കാൻ കരാട്ടെ അക്കാദമി ക്രിസ്മസ് ആഘോഷം നടന്നു. വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. സീനിയർ കരാട്ടെ അധ്യാപകൻ ജിജോ കുര്യൻ അധ്യക്ഷനായി. PM ഷരീഫ്, AM റഷീദ്, ജിരൺ കുര്യൻ, സുകന്യ KR, PB എയ്ബൽ, ജാൻവി കുര്യൻ എന്നിവർ നേതൃത്വം നൽകി.
മൈ ടീം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. കൂട്ടായ്മ പ്രസിഡന്റ് സോണി സൈമൺ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ശ്രീരാഗ് അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സീനാസിർ, മോഹിനി, ഹൃദ്യ, പ്രിയങ്ക തുടങ്ങിയവർ സംസാരിച്ചു. 8 ദിവസം നീണ്ടുനിന്ന ജാമിയ ബുസ്താനുൽ ഉലും സമ്മേളനം സമാപിച്ചു. KNM സംസ്ഥാന ട്രഷറർ നൂർ മുഹമ്മദ് നൂർഷാ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KNM തൃശൂർ ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. CP സാലിഹ് മുഖ്യാതിഥിയായി. കേരള ജമയുത്തുൽ ഉലമ സെക്രട്ടറി ഹനീഫ് കായക്കുടി, KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ AI അബ്ദുൾ മജീദ് സ്വലാഹി തുടങ്ങിയവർ സംസാരിച്ചു. മാത്രമല്ല, സാധാരണ കുട്ടികൾക്കുള്ളത് മാത്രമല്ല, മറ്റു സ്കൂളുകളും നമുക്ക് പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. അവർക്ക് സർവശക്തന്റെ പ്രശ്നം പല രൂപത്തിലാണ്. താന്യം ഗവൺമെന്റ് ഹൈസ്കൂൾ 1991 ബാച്ചിന്റെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. താന്യം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് അധ്യാപകരായ സെലീന, ഫിനോമിന എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് മണിയങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. എല്ലാവർക്കും മനസ്സിന് സന്തോഷം. ക്രിസ്മസിന്റെ അവസരമായതുകൊണ്ട് പ്രത്യേകം പുതിയ വർഷം തുടങ്ങാൻ പോകുന്നു. ആ വർഷവും ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകി. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. റിട്ടയേർഡ് പ്രിൻസിപ്പാൾ PS ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് TP മനേഷ് അധ്യക്ഷനായി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ EG സജിമോൻ, ജില്ലാ ഭാരവാഹികളായ MA അനീഷ്, KS സുനിൽ, രഘു രാമത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ നോക്കാം. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7070 രൂപ, പവന് 56,560 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3197 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷത്തെ പരിഹസിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രാപ്പോലീത്ത യൂഹന്നാൻ മോർ മിലിത്തിയോസിന്റെ അഭിപ്രായം വ്യക്തിപരമാണെന്നും നരേന്ദ്രമോദിയെ ക്രിസ്മസ് ആഘോഷത്തിന് ക്ഷണിച്ചത് രാഷ്ട്രീയം നോക്കിയല്ല, പ്രധാനമന്ത്രി എന്ന നിലയിലാണെന്നും CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത്. തൃശൂരിൽ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യൂട്യൂബർ മണവാളനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. ഇക്കഴിഞ്ഞ തൃശൂർ പൂരത്തിനാണ് കേരളവർമ്മ കോളേജ് റോഡിൽ വെച്ച് വിദ്യാർത്ഥികളെ കാറിടിച്ച് ഭയപ്പെടുത്താൻ ശ്രമിച്ചത്. തൃശൂർ എരിഞ്ഞേരിയങ്ങാടിയിൽ അമ്മയെയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വല്ലൻ വീട്ടിൽ മെറീന, മകൻ പ്രവീൺ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ വേല വെടിക്കെട്ടിന്റെ അനുമതി വൈകിപ്പിച്ച് ജില്ലാ ഭരണകൂടം. കേന്ദ്ര ചട്ട ഭേദഗതി മൂലം വെടിക്കെട്ടിനുള്ള പ്രതിസന്ധി തുടരുന്നു. ചാലക്കുടിയിൽ വീട്ടമ്മയെ പീഡിപ്പിക്കുകയും 13 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. വെള്ളാങ്കല്ലൂർ സ്വദേശി പ്രജിത്താണ് അറസ്റ്റിലായത്. പാലപ്പള്ളി ജനവാസ മേഖലയിൽ വീണ്ടും പുലി ഇറങ്ങി. പിള്ളത്തോടിന് സമീപമാണ് പുലി ഇറങ്ങിയത്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപത്ത് കാട്ടാന ഇറങ്ങി. പോലീസുകാർ ബഹളം വെച്ച് ആനയെ തുരത്തി. ക്രിസ്മസിനൊരുങ്ങി നാടും നഗരവും. ദേവാലയങ്ങളിൽ ഇന്ന് പാതിര കുർബാന നടക്കും. ക്രിസ്മസ് വിപണിയിൽ തിരക്ക്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.